Good evening. Anybody outside India, good morning if US നാട്ടിൽ ഉണ്ടെങ്കിൽ. എൻ്റെ പേര് മോഹൻദാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുമ്പോൾ വി ആർ ഗോയിങ് ടു ഇതാണ് മറ്റേ സെൻട്രൽ ഓണിയുടെ ടീംസ്, അത് സത്യശീലൻ മാഷും നളിനും. He will introduce when he speaks. To summarize, he was the headmaster of Hellenic High School in Krishnapuram when retired, but he continues to contribute heavily. പുള്ളിയുടെ ബുദ്ധിമുട്ടുകൾ, പുള്ളി 10ാമത്തെ വയസ്സിൽ കാഴ്ച പോയതാണ്. അപ്പൊ ആ ബുദ്ധിമുട്ട് പുള്ളി എന്താ പറയാ, അതൊരു ഡിസബിലിറ്റി ആയിട്ട് പുള്ളി എടുത്തിട്ടില്ല. ഹി കണ്ടിന്യൂ ടു ഫൈറ്റ് ഹിസ് ഓൺ ബാറ്റിൽ ആൻഡ് Nalin is actually his son. So Nalin, when he turned to kind of 13 or 14, he started coding for his father, right? I mean, to help him out with all the book വായിക്കുന്നത് തൊട്ട് മറ്റേ video recognition, audio, എല്ലാ കാര്യങ്ങളിലും he started doing. It's kind of a family kind of help. So അതിന്റെ കഥ നമുക്ക് when സത്യമാഷൻ നളിൻ present we can hear about that. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ഭാഗമായിട്ട് ഞാനും നളിനും കൂടി ചെയ്ത, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. എന്തായാലും അതിന് മുമ്പായിട്ട് ഇങ്ങനൊരു അവസരം തന്ന ദർശന ക്ലബ്ബ് ഒരുപാട് നന്ദിയോടുകൂടിയാണ് നമ്മൾ ഓർക്കുന്നത്. നമ്മളൊരു 10 വർഷത്തോളം നമ്മൾ സ്വന്തമായി ഒരു ഒറ്റയാൾ പട്ടാളം നമ്മൾ ചെയ്ത ഒരു പ്രോസസ്സിനെ അതിശക്തമായ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റുന്നതിന് നമ്മുടെ ഈ സംസർഗം, ഉദാഹരണത്തിന് എന്നെ അശോകൻ വിളിക്കുന്നു, മുസഫ് മാഷ് ഒന്ന് പരിഷത്തിന്റെ, പിന്നെ അശോകൻ ഒറ്റപ്പാലത്ത് എന്നെ വിളിച്ചു, പിന്നെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ മീറ്റിങ്ങിൽ വരുന്നു, മുകുന്ദൻ പരിചയപ്പെടുന്നു, മണികണ്ഠൻ വരുന്നു. അങ്ങനെ അത്യത്ഭുതകരമായ പ്രോസസ്സിലൂടെ പിന്നീട് തീർച്ചയായിട്ടും മുകുന്ദൻ നമ്മുടെ മുഴുവൻ മതിപ്പോടുകൂടി സ്വീകരിക്കുകയും നമുക്ക് 2-3 ഡെവലപ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, നമുക്ക് കുറേ ഹാർഡ്വെയർ സപ്പോർട്ട് കുറച്ചൊക്കെ തരുന്നുണ്ട്. അങ്ങനെ പക്ഷെ പുള്ളിയുടെ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ട് ഒരുപാട് നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു അത്ഭുതകരമായൊരു സ്ഥിതിയിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് മീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ, ഞാൻ കാഴ്ചയില്ല, 10 വയസ്സിൽ എനിക്ക് സൈറ്റ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ കുറേ വായിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ആരൊക്കെയോ സ്വന്തമായിട്ട് വായിക്കുകയൊക്കെ ചെയ്തിരുന്നു, ചെറിയ ചെറിയ പുസ്തകങ്ങളാണെങ്കിലും. അപ്പോൾ ഞാൻ ഈ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കരഞ്ഞത് എനിക്ക് ഇനി വായിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു വലിയൊരു വിഷമത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് സൈറ്റ് പോയത്. ഒരു ദിവസം കുളിക്കാൻ പോയിട്ട് വന്നപ്പോൾ എൻ്റെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് വന്നിട്ടാണ് സൈറ്റ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം സാറിന് ബ്രെയിൽ ഉപയോഗിച്ച് പഠിച്ചു. 10ാം ക്ലാസ് ഡിഗ്രി കഴിഞ്ഞു. പിന്നീടാണ് ഈ വായനക്കുള്ള പിന്നെ 94 മുതലാണ് ഞാൻ ഇതുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആവുന്നത്. അപ്പോൾ ഞാൻ ടീച്ചർ ട്രെയിനിങ് സെന്ററിൽ പിന്നെ കുറച്ചു കാലം ഡെപ്യൂട്ടേഷനിൽ വന്നിരുന്നു. അപ്പോൾ അന്ന് ഈ നമ്മൾ വിൻഡോസ് അവിടെ വരികയും അന്ന് നമുക്കൊരു സോഫ്റ്റ്വെയർ, ഒരു ടോക്കിംഗ് സപ്പോർട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ 50,000 രൂപക്ക് പർച്ചേസ് ചെയ്തു. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്താണ്, ഇത് കൊണ്ടുവന്ന ഉടൻ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഇതിൻ്റെ കോപ്പി എടുത്ത് ഇനി എൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു, അത് വെറും ഒരു ഡെമോ വെർഷൻ മാത്രമാണ്. അതിൻ്റെ ലൈസൻസിനാണ് 50,000 രൂപ എന്ന് മനസ്സിലാക്കുകയും ഇതേ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ഭാഗമായിട്ട് നമ്മൾ വാങ്ങിയ സോഫ്റ്റ്വെയർ 2 വെർഷൻ കഴിഞ്ഞപ്പോൾ 3.7 മേടിച്ചത്, 1.5 വർഷത്തിനുള്ളിൽ അത് ഔട്ട്ഡേറ്റഡ് ആവുകയും ചെയ്തു. വീണ്ടും നമ്മൾ 50,000 രൂപ കൊടുക്കണം. ഇത് വലിയൊരു നിരാശയായിട്ട് നമുക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. അങ്ങനെ തന്നെ ഒരു പ്രിന്റ് റീഡിങ് സോഫ്റ്റ്വെയർ ഏകദേശം 70,000 രൂപയാണ് അതിൻ്റെ ഒരു കോസ്റ്റ്. അതും ഇതേപോലെ ലൈസൻസ്ഡ് ആണ്. നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൽ അത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു സമയം 2 കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാമെങ്കിലും ഒരേ സമയം ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഖേദത്തിൽ നിന്നാണ് കാഴ്ചയില്ലാത്തവരെ അവരുടെ കാഴ്ചയില്ലായ്മയെ മറികടന്നുകൊണ്ട് സ്വതന്ത്രമായി ഇത് ഉപയോഗിക്കാൻ പറ്റണം. അവന് ഈ 1-1.5 ലക്ഷം രൂപ അവൻ്റെ കാഴ്ചയില്ലായ്മയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്നുള്ള രീതിയിലാണ് പിന്നീട് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയത്. അതിൽ നളിൻ ആണ് എനിക്ക് ഒരുപാടല്ല മുഴുവൻ സഹായവും. എൻ്റെ ആഗ്രഹം എന്താണോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടത് നളിൻ്റെ എഫേർട്ടിലൂടെയാണ്.
അങ്ങനെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ എത്തിയത്. അപ്പൊ അതിനുള്ള പിന്നെ എന്തെങ്കിലും പറയണ്ട കാര്യത്തിൽ ഇനി? ഇല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെന്ററുടെ വീഡിയോയിലേക്ക് കിടക്കാമല്ലോ അല്ലെ? സെന്ററോണിന്റെ വീഡിയോ അല്ലെ? ഓക്കെ, ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഒന്ന് ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യണം, ഓഡിയോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. More than 1 billion of us, the humanity, are disabled, out of which 40 million are visually challenged. Sendelona is an organizational effort to address the problems faced by this community and the stakeholders through free software solutions and Sun-based counseling approach. Let us look into some of Sendelona's interventions in the area. Sendelona is one of the leading agencies in the world at the moment to customize, maintain and distribute an accessible Linux distro, the Accessible Coconut, which is hosted in sourceforge.net. We include all our accessibility support in the OS, creating an inclusive and ICE-free environment. Now, a visually impaired person is enabled to enter any library with confidence and take a printed book, read it for oneself, that too in a free and open source way using Linux Intelligent OCR solution, LEOS, a marvelous innovation of Sendelona. Martaviputti 1932-2009 Basha Stakavai Yasha Shariayanala Artabala Mariam Udimada Pulimane Generit Trayuna Yasha Sharianaya V.M. Naya Udimada. To enable the hand-restricted, visually challenged and dyslexic, Sendelona developed Sharada Braille Writer, a tool for writing ordinary text using a 6-key approach of Perkins Braille mode. I-N-D-I-A space I-S space M-Y space C-O-U-N-T-R-Y Malayalam Braidland Ta-a-ra-ta-a space Ye-chan-ye-ra-e space Na-a-ta-chandra-aram B-a-r-da space M-e R space D E Sh. Braille Translator is another major effort from Sendelona to produce Braille books in different Indian languages, converting text directly into Braille format. Braille on the moon, the Braille on the moon, the Braille on the moon, the Braille on the moon. Accessible chess, accessible snake and ladder, accessible bluff game, maths tutor, typing tutor with speech support are some other contributions from Sendelona. We invite you to join us in our effort to serve the cause of the visually challenged and the disabled as such. ഓക്കെ. അപ്പൊ നമ്മുടെ ഇതുവരെ ചെയ്ത ഒരു എഫേർട്ടിന്റെ ഒരു രൂപം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളിപ്പോ കറണ്ട് ആയിട്ട് നമ്മൾക്ക് എൻഗേജ് ഇരിക്കുന്ന പ്രോജക്റ്റ് ഒന്ന് നമ്മുടെ ആക്സസിബിൾ കോക്കനട്ട്
OS എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ സവിശേഷത വേൾഡ് ലെവലിൽ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെ വോയിസ് ഉബുണ്ടുവിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസി ഇന്ന് നിലവിലില്ല. നേരത്തെ ഒരു ബ്രിട്ടീഷ് ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, വിനെക്സ് പ്രൊജക്ട്, പിന്നെ സോനാർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവരും വിട്ടുപോവുകയാണ്. ആരും തന്നെ ഇന്ന് ഇപ്പൊ ആക്സസിബിൾ കോക്കനട്ട് മാത്രമാണ് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഈ ആക്സസിബിലിറ്റി മേഖലയിൽ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരേ ഒരു OS. അപ്പോൾ ഇതിന് നമുക്ക് വലിയ എഫേർട്ട് ഉണ്ട്. ഇത് കാലാകാലങ്ങളിൽ ഇത് അപ്ഡേറ്റ് ചെയ്യണം. ഉണ്ടാവുന്ന പുതിയ പുതുക്കങ്ങൾ ഇതിനകത്ത് ചേരണം. അതിനേക്കാളും ഉപരിയായിട്ട് ദർശനന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് വേണ്ടത് ഇപ്പോൾ ഉബുണ്ടുവിലുള്ള പല മേഖലകളും ഇന്നും ഇനാക്സസിബിൾ ആയിട്ട് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളതിനെ ആക്സസിബിൾ ആക്കുന്നു എന്നുള്ള ഒരു വൺ മാൻ ആർമി ഫൈറ്റ് ആണ് നടക്കുന്നത്. പക്ഷെ അത് പോരാ, ഇതിനെ നമുക്ക് കുറേയും കൂടി ഡെവലപ്പേഴ്സിനെ വെച്ച് എല്ലാ ഓർക്ക സപ്പോർട്ടഡ് ആക്കി, ഓർക്ക എന്നാണ് സ്ക്രീൻ റീഡറിന്റെ പേര്, ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സിൽ അങ്ങനെയുള്ളൊരു വോയിസ് ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു ചാലഞ്ച്. ഓക്കെ, അപ്പോൾ അതിന് ഏതായാലും നമുക്ക് അഭിമാനിക്കാം. ഇത് കേരളത്തിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഒരു എഫേർട്ട് ഇന്ന് നിലവിലുള്ളത് എന്നുള്ളത് കൊണ്ട് അതിന് കേരളത്തിനുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അടുത്തത് നമ്മൾ ബ്രെയിൽ ട്രാൻസ്ലേറ്റർ ആണ്. ബ്രെയിൽ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തെ ഇന്ന് ബ്രെയിലാക്കുക എന്നുള്ളത് വലിയൊരു എഫേർട്ടാണ്, പ്രത്യേകിച്ച് ലോക്കൽ ലാംഗ്വേജിൽ. ഇംഗ്ലീഷിൽ ഒരുപാട് സോഫ്റ്റ്വെയർ സപ്പോർട്ടുകൾ ഉണ്ട്. ബട്ട് മലയാളത്തിന് ഒരു പുസ്തകം ആക്കണമെങ്കിൽ ആദ്യം ഒരു ടെക്സ്റ്റ് പുസ്തകം ഒരു 100 പേജ് ആദ്യം ബ്രെയിൽ 6 കീ മോഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് ഇത് മാറ്റണം. എന്നിട്ട് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയ ശേഷം അതിനെ ബ്രെയിൽ ഫോർമാറ്റിലേക്ക് മാറ്റി അവർ പ്രിൻ്റ് ഔട്ട് എടുക്കുക ചെയ്യുക. അപ്പോൾ ഈ കൺവേർഷൻ എന്നുള്ളത് വളരെ എഫേർട്ട് കൂടിയ ഒരു വർക്കാണ്. എന്നിട്ട് അത് പ്രൂഫ് റീഡ് ചെയ്യണം. ബ്രെയിൽ പ്രൂഫ് റീഡ് എന്ന് വെച്ചാൽ അതിനേക്കാൾ കഷ്ടപ്പാടാണ്. അപ്പോൾ ഒരു പുസ്തകം ഒരു മാസമൊക്കെ എടുക്കും ഒരു 100 പേജ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് മലയാളത്തിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ടൂളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനുള്ളൊരു വലിയ സവിശേഷത, നമ്മൾ ബ്രെയിൽ പ്രസ്സുകളുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വെറുതെ നമ്മൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ പോലും ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ മോഡലുകളിൽ വെച്ചിട്ട് നമുക്ക് ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ഒരു ഫീസ് ചാർജ് ചെയ്തുകൊണ്ട് നമുക്കിത് ഒരു സെൻട്രലോണയുടെ ഒരു ഇൻകം ജനറേഷനുള്ള ഒരു ഭാഗം കൂടിയൊക്കെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനെയും കൂടി കുറച്ചുകൂടി ലോക്കലൈസേഷൻ പ്രോസസ്സിൽ വർക്ക് ബാക്കിയുണ്ട്. വർക്ക് ഈസ് സ്റ്റിൽ മൂവിങ്, ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രൊഡക്ഷൻ, ഇപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആണ് മുഴുവൻ പുസ്തകവും SCRTക്ക് വേണ്ടി ടെക്സ്റ്റ് ബുക്ക് കൺവേർഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ഭാഗത്ത് ഈ ബ്രെയിൽ കൺവേർഷന് വേണ്ടിയിട്ട് ഉള്ളൊരു എഫേർട്ട് നടത്തുകയും അതിൻ്റെ ഒരു ഫീസ് നമുക്ക് ഈടാക്കാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഓൺഗോയിങ് പ്രോജക്റ്റ് ഉള്ളത് ശാരദ ബ്രെയിൽ റൈറ്റർ നമ്മൾ നേരത്തെ കണ്ടു 6 കീ വെച്ചിട്ട്. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അനിൽ മഹർഷി ഇവിടെ ഉണ്ട്. അനിൽ മഹർഷി വളരെയധികം നന്ദിയോടെ സ്മരിക്കുകയാണ്. നമ്മുടെ ഒരു SCRTയും അന്ന് നമ്മൾ വലിയൊരു സംഘം തന്നെ ഫ്രീ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് SCRTയിൽ കൂടി ഇരുന്നിരുന്നു. ഹുസൈൻ മാഷ്, അനിൽ മാഷ്, അങ്ങനെ കുറെ പേര് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കെൽട്രോണിന്റെ ഹെഡ് എന്നുള്ള രീതിയിൽ, ഓപ്പൺ സോഴ്സ് ഹെഡ് എന്നുള്ള രീതിയിൽ അനിൽ മാഷ് അത് ഏറ്റെടുക്കുകയും നളിന അതിനകത്ത് നളിൻ ഡെവലപ്പ് ചെയ്ത സാധനം നമുക്ക് വേണ്ടി SCRTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊക്കെ വന്നിരുന്നു. അത് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. അത് അൽമഷ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് കേരളത്തിൽ മുഴുവൻ അതിനു വേണ്ട എഫേർട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് ടോട്ടൽ നമ്മുടെ മുഴുവൻ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കും IBIS ബ്രെയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ഒരു ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് നളിൻ ചെയ്യുകയുണ്ടായി. ഇന്ന് ഏത് ലിബർ ഓഫീസ് ആയാലും ഫയർഫോക്സിലും ഒക്കെ നമുക്ക് ഈ 6 കീ മോഡിൽ ടൈപ്പ് ചെയ്യാം. പക്ഷേ സ്റ്റിൽ ഇതൊക്കെ ഇതിൻ്റെതായ പരിമിതികളുണ്ട്. ഇതിനൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ട് ഇനിയും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അടുത്തത് നമ്മൾ മാത്സ് ട്യൂട്ടർ ഫോർ കിഡ്സ് ആണ്. അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അത് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട്, ചെറിയ കുട്ടികൾക്ക് മാത്സ് ആണല്ലോ ഒരു വലിയ ചാലഞ്ചാണ്. ഇന്നും നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിൽ മാത്സ് പഠിക്കേണ്ട അതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടാണ് കാഴ്ചയില്ലാത്തവർക്ക് ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സത്യം പാത്തറ്റിക് സിറ്റുവേഷൻ.
അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഇത് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അരിത്മാറ്റിക്കിന് മാത്രമുള്ളൊരു പ്രൊജക്റ്റാണ്. പക്ഷേ ഇത് ജിയോമെട്രിയിലേക്കും അൾജിബ്രയിലേക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇതിൻ്റെ ഒരു അതിശക്തമായ ഒരു മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ആക്സസിബിൾ ആക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ മൂന്ന്. ഇല്ല ഉണ്ടല്ല. ഇത് ആ സോഫ്റ്റ്വെയർ ഒരു കൊച്ചു യൂസ് ചെയ്യുന്നതാണ്. പ്രൊഫഷണലി ഷൂട്ട് ചെയ്തൊരു വീഡിയോ അല്ല, പക്ഷെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതിന്റെ എന്താ പറയാ ഇമ്പാക്ട് യു ക്യാൻ മേക്ക് ഔട്ട്. ആമിയാണ് ആ കൊച്ചിന്റെ പേര്. സ്റ്റിൽ ലോഡിംഗ്. ഓക്കെ, ആൻസർ 6 അല്ലേ? 6ലേക്ക് വാ. സോ ഇത് 2-3 കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. ഒന്ന്, ഈ കൊച്ച് ഒരിക്കലും കീബോർഡ് യൂസ് ചെയ്തിട്ടില്ല. ഈ സോഫ്റ്റ്വെയർ കിട്ടിയ അന്നാണ് അവൾക്ക് ആ കീബോർഡ്, അത് നമ്പർ പാഡ് കീബോർഡ് കിട്ടിയത്. ഈ സോഫ്റ്റ്വെയർ ഈ ചെയ്യുന്നതാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ, കൊച്ചു കാണുന്നത് തന്നെ. അപ്പോ 2-3 കാര്യങ്ങൾ. ഒന്ന്, പലർക്കും മാത്സ് പഠിക്കുന്നത് തന്നെ വലിയ ഭാരമായിട്ട് ഉള്ള കുട്ടികളെ എനിക്കറിയാം. 2, അത് എൻജോയ് ചെയ്യുന്ന കുട്ടികളെ വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുള്ളൂ. 3-മത്, ഇങ്ങനെ മൾട്ടിപ്പിൾ ഫസ്റ്റ് ടൈം, അതായത് കമ്പ്യൂട്ടർ ആയിട്ട് ഫസ്റ്റ്, കീബോർഡ് ആയിട്ട് ഫസ്റ്റ്, ഈ ആപ്ലിക്കേഷൻ ഫസ്റ്റ്. യു ക്യാൻ ജസ്റ്റ് സീ വാട്ട് ഷീ ഭയങ്കര ആക്ഷൻ അല്ലേ? ഇതുവരെ കണ്ടത് കൗണ്ടിങ് ആണ്. ഇനിയിപ്പോ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് കിടക്കും, പ്ലസ് മൈനസ് ആ രീതി. അത് കുറച്ച് ക്ലിയർ അല്ല വോയിസ്. 4+2 പ്രോബ്ലം കൊടുത്ത് 4+2 സ്ക്രീൻ റീഡർ റീഡ് ചെയ്യണം. 4+2 എന്ന് ചോദ്യങ്ങളാണ് കേട്ടോ. ആൻസർ 6 അല്ലേ? 6ലേക്ക് വാ. ഓക്കെ, അപ്പൊ ഇതില് ശ്രദ്ധിച്ചറിയാം, അവൾക്ക് ആ ഇംഗ്ലീഷ് സ്ക്രീൻ റീഡർ അത്രയ്ക്ക് എന്താ പറയാ മനസ്സിലാവുന്നില്ല. സോ നളിൻ ഓൾറെഡി ഇത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്തു. ആ വീഡിയോ വേറെ ഉണ്ട്, പക്ഷെ അതിപ്പോ കാണിക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ. ഇത് യു ലേൺ ലേൺ വിത്ത് എക്സൈറ്റ്മെന്റ് ആൻഡ് എൻജോയ്മെന്റ്. മാഷ് കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്തൊരു പ്രോജക്റ്റ് വളരെ ഹാർട്ട് ബ്രേക്ക്, വളരെ നമ്മളെ സ്പർശിക്കുന്ന ഒരു വർക്ക് നമ്മളിപ്പോൾ അടുത്ത് ചെയ്തത്, കൺമണി കാഴ്ചശക്തിയും കേൾവി ശക്തിയും ഇല്ലാത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺമണി എന്ന് പറഞ്ഞിട്ട്, അവൾ ഓൾറെഡി ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുകയും ഇംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ട് മലയാളം ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. ഇപ്പൊ നമുക്കറിയാലോ മംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് അതിന് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവൾക്ക് വേണ്ടി ശാരദ ബ്രെയിൽ റൈറ്റർ ആ രൂപത്തിൽ അഡാപ്റ്റ് ചെയ്യണമെന്ന്
ഒരു നമ്മളോട് അങ്ങനെയാണെങ്കിൽ അവൾക്ക് വളരെ വേഗം മലയാളം ടൈപ്പ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടീൻ്റെ ഫാദർ ഇവിടെ ഉണ്ട്, ആനന്ദൻ. മോളെ പേര് സിഷ്ണ ആനന്ദ് എന്നാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അവളുടെ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്, അവിടെ എങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാഴ്ചയും കേൾവിയില്ലാത്തൊരു കുട്ടിക്ക് എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോസസ്സ് ചെയ്തു. അതിന്റെ വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടോ? അത് പ്ലേ ചെയ്യാനുണ്ടോ? ചെയ്യാൻ പറ്റില്ല. അതെ. സോ ഇതാണ് കൃഷ്ണ ആനന്ദ്. കാഴ്ചയില്ല, ഡെഫ് ആൻഡ് ഡം ആണ്. അപ്പൊ കേൾക്കാനും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. ബ്ലൈൻഡ്, ഡെഫ് ആൻഡ് ഡം ആണ്. അപ്പൊ ഇവൻ സ്ക്രീൻ റീഡർ will tell you what your time. അപ്പൊ അത് അതിനൊരു ഗുണമുണ്ട്. ഒരു മിനിറ്റ്, ഒരു എക്കോ വരുന്നു എനിക്ക്. ഒരു എക്കോ വരുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ കാഴ്ചയില്ലാത്ത സാധാരണ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ, ടൈപ്പ് ചെയ്യുമ്പോൾ ആ സ്ക്രീൻ റീഡർ വായിക്കുമ്പോഴാണ് നമ്മൾ എന്താ ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നവർ ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ നോക്കും, അവര് സ്ക്രീൻ റീഡറിന് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലായി എന്താ ടൈപ്പ് ചെയ്ത്, തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. ഇവിടെ ഇവർക്ക് ചെവിയും കേൾക്കാത്തത് കൊണ്ട് ഇഫ് യു സീ ദർ ഇസ് എ ഡിവൈസ്, ഇവിടെ ഒരു ചെറിയൊരു ഡിവൈസ് ഉണ്ട്. അത് മാഷ് മറ്റേ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈ ഡിവൈസ് എന്താന്ന് പറഞ്ഞാൽ, ദിസ് ആക്ച്വലി ബ്രൈൽ ഡിസ്പ്ലേ. അതായത് ബ്രൈൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഐ ഷോ യു വാട്ട് ബ്രൈൽ ഈസ്. ഓക്കെ, സ്ക്രീൻ. ബ്രൈൽ ഈസ് നത്തിങ് ബട്ട് എ കോമ്പിനേഷൻ ഓഫ് 6 dots. ഇപ്പൊ മാഷ് 2-3 പ്രാവശ്യം പറഞ്ഞു 6 കീബോർഡ് എന്ന് പറഞ്ഞില്ലേ. 6 കീസ്, അതായത് നമ്മുടെ കീബോർഡ് യൂസ് ആണെങ്കിൽ 6 കീ ഉള്ളൂ. DFGHJK, എനിക്ക് അറിയുന്നത്, എന്റെ അറിവ് ശരിയാണെങ്കിൽ DFGHJK അത്രയേ അവർ യൂസ് ചെയ്യുള്ളൂ. അത് വെച്ചിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കണം. A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡോട്ട്, B എന്ന് പറഞ്ഞാൽ ഈ 2 ഡോട്ടുകൾ. ഇതാണ് 60 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരുന്ന ആ ഇതില് ആ 6 ഡോട്ടുള്ള 20 ക്യാരക്ടർ വരും. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവർ വായിക്കുക. ഇവിടെ ടൈപ്പ് ചെയ്യും. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഇത് ബ്രൈലിൽ കൺവേർട്ട് ചെയ്ത് ഈ ഡിവൈസിലേക്ക് പോകും. ഇത് വളരെ എക്സ്പെൻസീവ് ആണ് ഈ ഡിവൈസ്. ദിസ് കോസ്റ്റ് സംവെയർ ബിറ്റ്വീൻ 50,000 to 1.5 lakhs ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് കീസ്, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ഓൾ. സോ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അത് ബ്രൈലിലേക്ക് കൺവേർട്ട് ചെയ്യണം, രണ്ടാമത് ഈ ഡിസ്പ്ലേയിലേക്ക് പോകണം. അപ്പോ ഷിഷ്ണ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ശരിക്കും ഇവിടെ തൊട്ടിട്ടാണ് മനസ്സിലാക്കുക ടൈപ്പ് ചെയ്ത് ശരിയാണോന്നില്ല. ഈ വീഡിയോയിൽ ശരിക്കും ആനന്ദ് ആണ് അച്ഛൻ. ആനന്ദ് ഈ കോളിലുണ്ട്, പുള്ളി സംസാരിക്കും മേ ബി കഴിഞ്ഞിട്ട്. പുള്ളി ആംഗ്യം തൊട്ടിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്. സോ ഐ ജസ്റ്റ് പ്ലേ ദ വീഡിയോ. സോ അത് എന്താ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ യു ക്യാൻ സീ ദ സ്ക്രീൻഷോട്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് വാട്ട് ഷീ ടൈപ്പ്. സുപ്രഭാതം, ഞാൻ സിഷ്ണ ആനന്ദ്, പൂർണ്ണമായും അന്ധബധിരയാണ്. 20 വർഷമായി ഞാൻ മുംബൈയിൽ ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. ഇപ്പോൾ ഞാൻ കേരളത്തിൽ തലശ്ശേരിയിൽ. കൂടാതെ പേപ്പർ, പേന, പേപ്പർ ബാഗ്, പൂക്കൾ, കമ്പ്യൂട്ടർ, പവർ ട്രെയിൻ, ആംഗ്യ ഭാഷ എന്നിവ പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ തുടങ്ങി. എന്നാൽ എനിക്ക് ആരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നില്ല.
നല്ലൊരു പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ഭിന്നശേഷിയുള്ളവരെ പരിശീലിപ്പിക്കാനും സഹായിക്കാനും എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ 4 വർഷമായി അസ്റ്റർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. കൺമണി എന്ന പേരിൽ ഒരു പുതിയ മലയാളം ലിപി സെൻലോണ എന്ന സാമ്പത്തിക സഹായത്തോടെ ഞങ്ങൾ വികസിപ്പിച്ചു. വളരെ നന്ദി. മാഷ ആനന്ദ് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. കുറച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൺമണിയായിട്ട് ബന്ധപ്പെട്ടോണ്ടേ നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് ഒരു മിനിറ്റ്. ആനന്ദേട്ടാ കേൾക്കാവോ? കേൾക്കാം. വീഡിയോ വർക്ക് ചെയ്യുന്നില്ല. അത് കുഴപ്പമില്ല സംസാരിച്ചു. സിഷ്ണയ്ക്ക് മലയാളം എഴുതാൻ വേണ്ടിയിട്ട് ബ്രെയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ ട്രൈ ചെയ്തു. പക്ഷെ അത് രണ്ടും ഒരു കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ബ്രെയിലും മലയാളം ബ്രെയിലും പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ സ്വന്തമായിട്ട് ഒരു മംഗ്ലീഷ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ച് തന്നെ ഒരു മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ള ഗൂഗിൾ മംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റർ പോകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എല്ലാം മിക്സ് ആയിട്ട് വരുന്നത്, വായിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ എല്ലാം കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു ആൽഫബറ്റ് ഉണ്ടാക്കി ഏത് അക്ഷരം ടൈപ്പ് ചെയ്താലും ഏത് കൂട്ടക്ഷരം ഏത് ടൈപ്പ് ചെയ്താലും ഒരു ഫിക്സ് ആയിട്ടുള്ളൊരു മലയാളം ലെറ്റർ വരണം എന്നുള്ള ഞാൻ കുറെ ട്രൈ ചെയ്തു, പല സ്ഥലത്തും ട്രൈ ചെയ്തു. അവസാനം സത്യശീല സാറെ കോണ്ടാക്ട് ചെയ്ത് നളിനും കൂടിയാണ് അത് കംപ്ലീറ്റ് ചെയ്ത് തന്നത്. ഇപ്പോഴും കംപ്ലീറ്റ് എല്ലാ ന്യൂസും ടൈപ്പ് ചെയ്യാനും മെസ്സേജ് അയക്കാനും എല്ലാം അതിലേ കൂടിയാണ് മലയാളം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമായി അത് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയതല്ലേ. വലിയൊരു നന്ദി പറയുകയാണ്. ആയിക്കോട്ടെ, കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? ആയിക്കോട്ടെ. വളരെ സന്തോഷം നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വന്നതിൽ. ഇതിൽ നമുക്ക് വർക്ക് തീർന്നിട്ടില്ല. ശാരദ ബ്രെയിൽ റൈറ്ററിൽ മാത്രം, ഉബുണ്ടുവിൽ മാത്രമാണ് നമ്മളിത് ഇപ്പം ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡിലേക്കും വിൻഡോസിലേക്കും നടത്താനുള്ള ഒരു എഫേർട്ടാണ്. പക്ഷെ നമുക്ക് ഫർദർ ഡെവലപ്പേഴ്സിനൊക്കെ വെക്കേണ്ടി വരും. നമ്മളെ ഇപ്പോൾ ഉള്ള ഫെസിലിറ്റിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് വേൾഡ് മാപ്പ് എക്സ്പ്ലോറർ. വേൾഡ് മാപ്പ് എക്സ്പ്ലോറർ എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം, മാപ്പ് എന്ന് പറയുന്ന കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ലൈഫിലേക്ക് ആവശ്യമാണ്. കാഴ്ചയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടൻ്റെയോ യൂറോപ്പിൻ്റെയോ മാപ്പ് കണ്ടില്ലേ യൂറോപ്പ് പോകുന്നുണ്ടാന്ന് വെക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ചുറ്റുപാടുകളെ പോലും നോക്കണമെങ്കിൽ ഞാനൊരു മെൻ്റൽ മാപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാഴ്ചയില്ലാത്ത ഒരുപാട് ടീച്ചേഴ്സ് ഈ കേരളത്തിൻ്റെ ഒരു 400 ടീച്ചേഴ്സ് എങ്കിലും കാഴ്ചയില്ലാത്തവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാഴ്ചയുള്ള കമ്മ്യൂണിറ്റിക്ക് മാപ്പ് പഠിപ്പിച്ചു കൊടുക്കണം. അതേസമയം സ്വന്തമായി മാപ്പ് നമ്മുടെ ബ്ലൈൻഡ് സ്കൂളിലുള്ള കുട്ടികൾക്ക് പഠിക്കണം. അപ്പോൾ ഇതിനൊരു ഇപ്പോൾ ഉള്ളത് ഒരു ടാക്ടൈൽ മാപ്പ് സംവിധാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത്ര ഡെലിക്കസിയിലേക്കൊന്നും മാപ്പ് കൊണ്ടുപോകാൻ അതുകൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനൊരു റിക്വസ്റ്റ് വരികയും ഇപ്പൊ നമ്മൾ തൽക്കാലം അത് ഏറ്റെടുത്തിരിക്കുന്നത് ശ്രീ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് സ്റ്റുഡൻസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് സെൻട്രലോണ മെന്റർ ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വളരെ വിപുലമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനി ഇതൊക്കെയാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നതെങ്കിലും ഇതിനേക്കാൾ വൈറ്റൽ ആയിട്ടുള്ള നമുക്ക് പിടിയിലടങ്ങാത്ത കുറേ സാധനങ്ങൾ, കുറേയും കൂടി ഡെവലപ്പേഴ്സിനൊക്കെ ആവശ്യമുള്ള കുറച്ച് പ്രോജക്ട്സുകൾ അപ്പുറമുണ്ട്. ഇനി വളരെ വൈറ്റൽ ആയിട്ടുള്ള മറ്റൊരു കാര്യം നമ്മൾ ഉണ്ടാക്കിയാൽ പോരാ. അപ്പൊ നമ്മൾ ലിയോസ് പിന്നെ ഇത് ശാരദ ബ്രെയിൽ ഇത് രണ്ടും IT സ്കൂൾ ലിനക്സിൽ ഓൾറെഡി അവൈലബിൾ ആണ്. എല്ലാ സ്കൂളിലും ഉള്ള ITIT സ്കൂളിന്റെ സ്കൂൾ ലിനക്സിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെയുള്ളൊരു സങ്കടം എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും മറ്റ് പല ഏജൻസീസും വിൻഡോസിൽ ഇത്രയും കംഫർട്ടബിൾ അല്ലാത്ത, ഇത്രയും ആക്സസിബിലിറ്റി സപ്പോർട്ടൊന്നും ഇല്ലാത്ത മേഖലകളിൽ കടന്നു വരികയും അവരത് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ഒരു അവഗണിക്കുന്ന രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളിത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ പിന്നോട്ട്. ഇപ്പൊ നളിനൊക്കെ വലിയ സങ്കടമാണ്. നമ്മൾ ഇത്രയും വലിയൊരു സോഫ്റ്റ്വെയർ മറുവശത്ത് 60,000 രൂപ കൊടുത്താലും വിൻഡോസിലുള്ള കഴ്സൽ സിസ്റ്റം ഒന്നും മലയാളം വായിക്കില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് ഇത് എത്താതെ പോയി, പല ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നില്ല, അവർക്ക് അറിയാത്തതുകൊണ്ട്.
അപ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഇപ്പൊ ഒരു ട്യൂട്ടോറിയലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇത് ഒന്ന് വീഡിയോ പ്രിപ്പറേഷൻ ആണ്, എങ്ങനെയാണ് ആക്സസിബിൾ കോക്കണ്ടി യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ സെന്റലോണ ചാനല്, വീഡിയോ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമേ ഇതെല്ലാം നമുക്ക് മേജർ വർക്ക് വരിക എവിടെയാന്ന് വെച്ചാൽ നമുക്കിപ്പോ ടീം വ്യൂവർ ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു ഓൺലൈൻ സപ്പോർട്ട് നമുക്ക് സെന്റലോണൊക്കെ കൊടുക്കാൻ പറ്റും. കാഴ്ചയില്ലാത്തവർ പല ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് അവർക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ അവർക്ക് സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ടീം വ്യൂവർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ഈ മേഖലയിൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെ കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ കാഴ്ചയില്ലാത്തവരുടെ ഈ ഇതൊരു ആക്സസിബിലിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞതിലുപരി നമുക്കറിയാലോ ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഒരു മിനിറ്റ് ഒന്ന് സമയം അധികമായി പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം പറയാം. ഭിന്നശേഷിക്കാർ എന്ന് പറഞ്ഞാൽ ഭിന്നങ്ങളായ എന്തൊക്കെയോ ശേഷികൾ ഉള്ളവർ എന്നല്ല അതിന്റെ അർത്ഥം. ഒരു ശേഷിക്ക് പകരം മറ്റൊരു ശേഷി, പകരം ശേഷി ഉപയോഗിക്കുന്നവർ എന്നുള്ളതാണ്. അതായത് കാഴ്ചയുള്ളവർ സ്ക്രീൻ നോക്കുമ്പോൾ ഞാൻ ശബ്ദം കേട്ടിട്ട് സ്ക്രീൻ റീഡർ ഉപയോഗിക്കുന്നു, മൗസ് ഉപയോഗിക്കുന്ന കാഴ്ചയുള്ള ഒരാൾ കാഴ്ച ഉപയോഗിച്ച് മൗസ് ഉപയോഗിച്ച് സാധിക്കുന്നത് ഞാൻ കീബോർഡ് വെച്ചിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കാഴ്ചയും കേൾവിയില്ലാത്ത ഒരാൾ അതൊരു ബ്രെയിൽ ഡിസ്പ്ലേ വെച്ച് ഉപയോഗിക്കുന്നു. ഇങ്ങനെ പകരം ശേഷികൾ ഉപയോഗിച്ചുകൊണ്ട് കാഴ്ചയുള്ളവരും മറ്റ് എല്ലാ അംഗങ്ങളും ഉള്ളവർ എത്തിച്ചേരുന്ന ശേഷികളെ അല്ലെങ്കിൽ ജീവിത സായുജ്യങ്ങളെ മറ്റൊരു ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നവർ എന്നാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ മേഖലയിൽ നമുക്ക് എന്തൊക്കെ ഭിന്നശേഷികൾ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഭിന്നശേഷി ബാങ്ക് നമുക്ക് ഇതിനകത്ത് നിർമ്മിക്കേണ്ടതുണ്ട്. അങ്ങനെ കാഴ്ചയില്ലാത്തവരെ എനേബിൾ ചെയ്തുകൊണ്ട് വായനയിലോ എഴുത്തിലും മറ്റ് എല്ലാ മേഖലകളിലും അവരെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു യൂസർ ക്വറി മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പെട്ടെന്ന് ആര് ചോദിച്ചാലും അതിനൊരു മറുപടി വരണം. അങ്ങനെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ഈ ഫെസിലിറ്റി ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നത്. വിൻഡോസിൽ ഇതൊക്കെ കോസ്റ്റ്ലി ആണ്. സ്ക്രീൻ റീഡറിന് മാത്രം അവർ 50,000, 60,000, 70,000 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതിന് പകരം ഒരു ഫ്രീ സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് വിൻഡോസിൽ വന്നിട്ടുണ്ട്, NVDA എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ഡൽഹി IIT ഒക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഓർക്ക എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് യോൺ മേരി എന്ന് പറഞ്ഞിട്ട് Igalia.com അവരുടെ ഒരു സപ്പോർട്ടാണ്. ഒരു പെയ്ഡ് എംപ്ലോയി ആയിട്ട് അവർ മാത്രമാണ് ഉള്ളത്. ശരിക്കത് പോരാ, നമുക്ക് ഓർക്കേനെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് അടുത്ത ഒരു ഇനിഷ്യേറ്റീവ് ഉള്ളത് സ്നേക്ക് ഗെയിംസിലാണ്. നിങ്ങൾക്കറിയാം കാഴ്ചയില്ലാത്തവർ ഗെയിം കളിക്കാൻ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നമ്മൾ കടന്നു കയറി വരുമ്പോൾ ഇപ്പോൾ സ്കൂൾ ലിനക്സിൽ പല സോഫ്റ്റ്വെയർസും കളിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു സപ്പോർട്ടും ഇല്ല. അതൊക്കെ നമ്മൾ പലതവണ അവരെ പറഞ്ഞെങ്കിലും അതിലൊന്നും ഒരു ഇനിഷ്യേറ്റീവ് വന്നിട്ടില്ല. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറഞ്ഞ പാമ്പുകോണി കളി നമ്മളത് കസ്റ്റമൈസ് ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും അതിന് VTV കോളേജിലെ കുട്ടികൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരോട് നന്ദി പറയുന്നു. പിന്നെ ബ്ലഫ് എന്ന് പറഞ്ഞ ഒരു ഗെയിം, ഓൺലൈൻ ഗെയിം, പല ഓൺലൈൻ ഗെയിമുകളും ആക്സസിബിൾ അല്ല. അപ്പോൾ ബ്ലഫ് എന്ന് പറഞ്ഞ ഓൺലൈൻ ഗെയിം നമുക്കൊരു കാർഡ് ഗെയിമാണ് അത്. പിന്നെ അപ്പോൾ നമുക്ക് പിന്നെ ഒരു നമ്മൾ ആസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ കളി, ഒരു കഴുത കളിക്ക് വന്നു ഒരു ഒരു പുതിയ പ്രൊജക്റ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് അതൊരു പ്രൊജക്റ്റ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗെയിമുകളുടെ മേഖലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. പക്ഷേ നമ്മുടെ സ്വപ്നം ഇത് പോരാ. ഇതിനേക്കാളും പ്രൊജക്ട്സ് ഇൻ പൈപ്പ് ലൈൻ എന്നുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക്, അപ്പോൾ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും ഒരു വോയിസ്, അത് മാധവിക്കുട്ടിയം ഒരു ചെറിയ ലേഖനം വായിച്ചപ്പോൾ. പക്ഷെ അങ്ങനെ പോരാ, നമുക്ക് നല്ലൊരു മലയാളം വോയിസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടണം. ഇപ്പം നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ ഗൂഗിൾ TTS നമുക്ക് ഇതുണ്ട് എന്ന്. പക്ഷെ ഗൂഗിൾ TTSന്റെ സാധനം നമുക്കായിട്ട് തരില്ല അവര് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നല്ലാതെ. അതേസമയം ഇപ്പം ശാരദ ബ്രെയിൽ റൈറ്ററിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ശാരദ ബ്രെയിൽ റൈറ്ററിൽ എടുത്ത ഒരു പുസ്തകം ഒരു പുസ്തകം ടെക്സ്റ്റ് ഫയൽ അതിനകത്ത് കോപ്പി ചെയ്ത് അതിനകത്ത് ഓഡിയോ കൺവേർട്ടർ ഉണ്ട്. ആ ഓഡിയോ കൺവേർട്ടറിൽ നമ്മളിപ്പോഴും eSpeak ആണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും eSpeak അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്, വളരെ അത്ഭുതകരമായ സോഫ്റ്റ്വെയർ ആണ്.
അതിൻ്റെ ഡെവലപ്മെൻറ്റിലൊക്കെ നമ്മൾ പങ്കെടുത്തിരുന്നു. പക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ട സിന്തറ്റിക് വോയിസ് അല്ലാത്ത ആർച്ച് വോയിസിൽ ഒരു ഇത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ്. അതിന് പക്ഷെ ഒരുപാട് ഡെവലപ്പേഴ്സ് നമുക്ക് ഇനിയും വേണം. അപ്പോൾ അതിനുള്ള പിന്തുണയൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അടുത്തത് കൺമണി ആൻഡ്രോയിഡിലേക്കും വിൻഡോസിലേക്കും പോർട്ട് ചെയ്താലാണ് എല്ലാവർക്കും അത് ലഭ്യമാകുക എന്നുള്ളതാണ്. ഓക്കെ, അത് നേരത്തെ ഞാൻ പറഞ്ഞു വിശദമായിട്ട്. അതുകൊണ്ട് ഇനി അത് പൈപ്പ് ലൈനിൽ നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് മാത്രമാണ്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ ABK എൻഹാൻസ്മെന്റ്, അഡ്വാൻസ്ഡ് ബ്രെയിൽ കീബോർഡ്. നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അഡ്വാൻസ്ഡ് ബ്രെയിൽ കീബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാം, നളിൻ ഡെവലപ്പ് ചെയ്ത ഒരു പിന്നെ അഡ്വാൻസ് ഇത് മൊബൈലിൽ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 60 ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു 6 ഡോട്ട്സ് ഉപയോഗിച്ച് മിക്കവാറും ഒരു 100, 100, 150 ഭാഷകൾ എഴുതാവുന്ന ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ബ്രെയിൽ കീബോർഡ് യൂട്യൂബ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അത് പ്രൊപ്രൈറ്ററി ആയിട്ട് ചെയ്തിരിക്കുന്നത്, കാരണം നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാതിരുന്ന ഒരു കാലത്ത് ഫ്രീ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു ഇൻകം ജനറേഷൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഇവർക്ക് സംസാരിച്ചൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇത് ചെയ്തിരുന്നത് പ്രൊപ്രൈറ്ററിയിലാണ്. നമുക്ക് ഫുൾ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഇതിനെ ഫ്രീ സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് തന്നെ കൊണ്ടുവന്ന് എല്ലാവർക്കും എത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അഡ്വാൻസ് ബ്രെയിൽ കീബോർഡിന് നമുക്ക് സെൻട്രലോണൊക്കെ ഉള്ള ഒരു ഇൻകം ജനറേഷനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാം. പിന്നെ ഇതൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ മേഖലയിലാണ്. ഇതേപോലെ നമ്മൾ പൈപ്പ് ലൈനിലുള്ള വേറൊരു സാധനം നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ്. കാഴ്ചയില്ലാത്തവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. കാഴ്ച പലപ്പോഴും എന്ന് പറയും കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ ഓടാനോ ചാടാനോ ഡാൻസ് ചെയ്യാനോ മരത്തുമ്മ കയറാനോ ഫുട്ബോൾ കളിക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ കാഴ്ചയില്ലാത്തവരുണ്ട്. അപ്പോൾ ഇവർക്ക് കളിക്കാൻ പറ്റിയ ഒരു വളരെ അത്ഭുതകരമായ ഒരു സാധനമാണ് ടേബിൾ ടെന്നീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. അത് കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് വർക്ക് അതിൻ്റെ അത് ബാക്കിൽ വേണം ഫുള്ളാവാൻ. പക്ഷേ അതിനൊരു ഫസ്റ്റ് പ്രൈമറി ഫോർമാറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വളരെ ഇതായിട്ടുള്ളൊരു സാധനമേ ഉള്ളൂ. അപ്പോൾ വളരെ മനോഹരമായ ഒരു ഇത് ഉണ്ടാക്കുകയും ഒരു ബോർഡ് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ ബോർഡ് നമുക്ക് മറ്റുള്ളതിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻകം ജനറേഷനുള്ള ഒരു ഇതാക്കി മാറ്റണമെങ്കിൽ ഒരു 50-60,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനു വേണ്ടി ഒരു ചെറിയ റിസർച്ച് നമുക്കത് നടത്തപ്പെടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ പൈപ്പ് ലൈൻ നെക്സ്റ്റ് സ്വപ്നങ്ങളിലുള്ള സാധനങ്ങൾ. പിന്നെ ഞാനിവിടെ കുറച്ചുകൂടി കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, നമ്മൾ മറ്റ് ഏജൻസീസുമായിട്ടുള്ള നമ്മുടെ ഒരുപാട് ബന്ധം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന് SCRT തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അനിൽ മാഷ് ഹെൽട്രോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ SCRT സപ്പോർട്ടോട് കൂടിയാണ് ശാരദ ബ്രെയിൽ റൈറ്ററിന് ഒരു ഫുൾ സ്വിങ്ങിൽ ഒരു ഗവൺമെന്റ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ എത്തിച്ചു തന്നത്. അപ്പോൾ SCRT ആയിട്ട് അതിൻ്റെ എൻഹാൻസ്മെന്റ് പ്രോജക്റ്റ് പിന്നെ മുഖ്യമന്ത്രിയുടെ 100 ദിന പ്രോഗ്രാമിൽ പെടുത്തി അതിനെ 22 ഉബുണ്ടു 22ലേക്ക് വേണ്ട ഒരു അപ്ഗ്രഡേഷൻ ഇപ്പം അടുത്ത കാലത്ത് അതും SCRT ഏറ്റെടുത്ത് ചെയ്തിരുന്നു. പിന്നെ ലിയോസ് ആണ് നമുക്ക് വേറൊരു സാധനം ITH സ്കൂൾ ലിനക്സിലുണ്ട് അത്. പിന്നെ ഇന്റേൺഷിപ്പ് പിന്നെ VTB കോളേജിനെയും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെയും നമ്മൾ സ്മരിക്കുകയാണ്. പിന്നെ ഒരു 3-4 IIT-കളിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ഈ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുകയും 3 ദിവസത്തെ ഒരു കോഴ്സ് മദ്രാസ് IIT-യിൽ കൊടുക്കാനിടയായിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ്, തീർച്ചയായിട്ടും ഗൂഗിൾ നമ്മൾ വളരെയധികം സ്മരിക്കുന്നു. ലിയോസിന്റെ IBES Payൽ പിന്നെ ഇത് ടക്സ് ടൈപ്പ്, ടക്സ് മാത്സ് എന്ന് പറഞ്ഞ കുറേ സോഫ്റ്റ്വെയർസ് ആക്സസിബിൾ ചെസ്സിനൊക്കെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് പറഞ്ഞത്. ഞാൻ VTB കോളേജിന്റെ കാര്യം പറഞ്ഞു. അടുത്ത ശുഭ ടീച്ചറും പ്രിൻസിപ്പാള് സരിത ടീച്ചറൊക്കെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇപ്പം നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മുകുന്ദൻ തന്നെയാണ്. ഈ ദർശനയിലൂടെ നമുക്ക് കിട്ടിയ വലിയൊരു നേട്ടം. ഇപ്പം നമുക്ക് 3-4 ഡെവലപ്പേഴ്സിനെ വെക്കാനും നമ്മളെ ഫുൾ സ്വിങ്ങിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഒത്തൻറ്റിക് ആയിട്ട് ചെയ്യാം എന്ന് നമ്മളെ സഹായിക്കുന്നത് മുകുന്ദനാണ്. ആ ഭാരം കുറച്ചുകൂടി ബാക്കിയുള്ളവർ കൂടി ഏറ്റെടുക്കുന്ന രീതിയിൽ അല്ലാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറണം. അതാണ് നമ്മുടെ ആവശ്യം. പിന്നെ നമ്മൾ എനിക്ക് ഒരു വിഷമമുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇന്ന് ഏകദേശം കേരളത്തിൽ ഒരു 1000-ഓളം പേര് കാഴ്ചയില്ലാത്തവര് ഓഫീസുകളിൽ
കേരള ഗവൺമെന്റിന്റെ 4% റിസർവേഷനിൽ ഒരുപാട് കാഴ്ചയില്ലാത്തവർ സ്കൂൾസിലും ഓഫീസുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഒരു ട്രെയിനിങ് വന്നപ്പോൾ അവര് അത് കൊടുക്കുന്നത് വിൻഡോസിലാണ്. കാരണം ആരോ മറ്റേ ഏജൻസീസ് IMG ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരുന്നത്. അവർ കണ്ടെത്തിയ ആൾക്കാർ വിൻഡോസിലാണ് ആക്സസിബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി കളഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഉബുണ്ടുവിൽ ഇത്രയും സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ട് ആക്സസിബിലിറ്റിക്ക് ഉണ്ടായിട്ടും നമ്മുടെ ഓഫീസുകളിലൊക്കെ ഉബുണ്ടു ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ ദർശനോടൊക്കെ പറയുന്നത് സപ്പോർട്ട് ആ മേഖലയിൽ വേണ്ടത് നമുക്ക് ഗവൺമെന്റുമായിട്ട് നല്ലൊരു ലിങ്കേജ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് സെൻട്രൽ ലോൺ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിലേക്ക് ഒരു ലെറ്റർ ഇതിന്റെ പേരിൽ കുറേ പേര് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവരൊന്ന് അത്ഭുതപ്പെടും. ഇത്രയും ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഹെൽപ്പ് വലിയൊരു ഹെൽപ്പാണ്. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായം ഈ മീറ്റിംഗ് നിങ്ങൾ ഓർഗനൈസ് ചെയ്തു. വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മളെ മുകുന്ദനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഡെവലപ്പേഴ്സിനെ. പക്ഷെ അത് നമുക്ക് കാലാകാലം തുടരാനുള്ള ഒരു അവസ്ഥ പാടില്ല, ഉണ്ടാവും. നമുക്ക് അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ എൻ്റെ ന്യായം. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് സെൻട്രൽ ലോണൊക്കെ ഫണ്ട് ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ അക്കൗണ്ട്സ് ഉണ്ട്, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടും കളക്റ്റീവായിട്ടും സെൻട്രൽ ലോണൊക്കെ വേണ്ടി ഫണ്ട് റേസിങ്, പിന്നെ നമുക്ക് ഒരുപാട് ഡെവലപ്പേഴ്സിനൊക്കെ നമ്മളെ നീഡൊക്കെ പറഞ്ഞു, ഇത്രയും ഡെവലപ്പേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്ത് പോവുകയാണ്, നമ്മളെ റിസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട്. പിന്നെ നമുക്ക് ഹാർഡ്വെയർ സപ്പോർട്ട്, കുറേ കമ്പ്യൂട്ടേഴ്സ് ഇനിയും ആവശ്യമുണ്ടാവും, ലാപ്ടോപ്പ് വേണം. പിന്നെ നേരത്തെ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ ഞാൻ ആനന്ദന് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അദ്ദേഹം പ്രൊവൈഡ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഒരു റിഫ്രഷബിൾ ഡിസ്പ്ലേ കൊണ്ടാണ് നമ്മൾ ഇത്ര നാളും ആ ട്രാൻസ്ലേഷൻ ബ്രെയിൽ ട്രാൻസ്ലേറ്ററിന്റെ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇതാ ചുരുക്കി ഇതാ ഒറ്റ സെന്റൻസേ ഉള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ആക്സസിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാന്ന് വെച്ചാൽ ഒരുപാട് അതിന്റെ ഫിലോസഫിയും ഇതൊക്കെ വേണ്ടി വരും. പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ നീഡ്. ഞാൻ സംസാരിച്ച് കൺവിൻസിംഗ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ ദ വേ, വൺ പോയിന്റ് ഐ തിങ്ക് മാഷ് ബ്രൈലിൽ എഴുതിയിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തത്. നമുക്കത് കണ്ടില്ല. പുള്ളി അത് എഴുതി വെച്ചിട്ടുള്ളായിരുന്നു. സോ ദാറ്റ് ഈസ് ഹൗ ദേ പ്രസന്റ്, റൈറ്റ്? ഐ മീൻ ജസ്റ്റ് ഫോർ ഇപ്പൊ കാണാൻ പറ്റുമോ? ഇങ്ങനെ ഇതിന് വായിച്ചു നോക്കി. അതുകൊണ്ടാണ് ആ കൊഹഷൻ എനിക്ക് ഉണ്ടാവുന്നത്, പറയുന്ന കണ്ടിന്യൂറ്റി വരുന്നത്. എല്ലാം കാണാപ്പാടം പഠിച്ചല്ല, എഴുതി വെച്ചതാണ്. അല്ല, ഇത് എഴുതി വെച്ചു. അയ്യോ, അത്ര ഓർമ്മ എനിക്കില്ല. പ്രഭുവിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വേറെ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നു. 40 ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും പ്രഭു. ദിസ് വിൽ സപ്പോർട്ട് 40 ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് അറബിക് ആൻഡ് തമിഴ്, ബോത്ത് ആർ ദേർ. അതിൽ പലതിലും ഇന്റർഫേസിന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ നമ്മൾ മിസ്സിംഗ് ആണ്. അതിന് ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആളുണ്ടെങ്കിൽ. ഇപ്പോ അഡ്വാൻസ് ബ്രെയിൽ കീബോർഡ് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കാരണം അത് കമ്മ്യൂണിറ്റിയിൽ തന്നെ വരുന്നുണ്ട്, ട്രാൻസ്ലേഷൻ അയച്ചു തരുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം ഇതിപ്പോൾ KC പറഞ്ഞ ഒരു ക്വസ്റ്റൻ, ഇത് ഗ്ലോബൽ ലെവലിൽ കൊണ്ടുപോകുന്ന വെച്ചാൽ നമുക്ക് കൂടുതൽ ലാംഗ്വേജസ് ബിക്കംസ് ആൻ എൻട്രി പോയിന്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ 40 ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇഫ് യു വോണ്ട് ടു മേക്ക് ഇറ്റ് ഇന്റർനാഷണൽ. ഞാൻ അറബിക് ചോദിക്കാനുള്ള കാരണം നോട്ട് നെസസറിലി ദ റിച്ച് കൺട്രീസ്, കുറേ വളരെ ലെസ് അഫ്ലുവൻറ്റ് കൺട്രീസ് ഒക്കെ ഈജിപ്റ്റ് ഒക്കെ ഉണ്ട്, ഇറ്റ്സ് എ പോപ്പുലേഷൻ ഓഫ് 80 million. അവിടെയൊക്കെ ഇറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ ഇഫ് യു വോണ്ട് ടു ബ്രിങ് ഇറ്റ് അക്രോസ് ദി അറബ് വേൾഡ്. Coincidentally, accessible coconut 4th or 5th largest download happens in Egypt. In Egypt, okay, that's what. So US, India, Brazil, Poland. I think 5th or 6th is Egypt. Okay, that explains. So, I'm just trying to see what can we do to make this more global. And the two interfaces that I have is my own state, Tamil Nadu, and also the Middle East where I'm based. So, അതുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ SCRT ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിക്കോഡിലായിരുന്നെങ്കിൽ ഇൻസ്റ്റന്റ്ലി എനിക്കത് ബ്രെയിലിലേക്കും സ്പീച്ച് ഔട്ട്പുട്ട്. ഹലോ, അതേസമയം അവരിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സാധനം ആസ്കി ഫോണ്ടിലാണ് ഇപ്പോഴും മലയാളം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഇനി പുതിയ പുസ്തകം വരുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് എത്ര വർഷങ്ങളായിട്ടും
അവർ യൂണിക്കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതൊരു ബേസിക് മിനിമം സ്റ്റാൻഡേർഡ് ആയിട്ട് പോലും ആക്സസിബിലിറ്റിയെ മാസം ഉദ്ദേശിച്ചല്ലെങ്കിൽ പോലും അവർ ചെയ്യേണ്ട ഒരു കാര്യമാണത്. എന്നിട്ട് പോലും അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ആക്സസിബിലിറ്റിന്റെ വിഷയം അങ്ങനെ തന്നെ. പിന്നെ ഇവര് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരൊക്കെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്യുന്നവരാ. പക്ഷെ അവര് ഈ ആസ്കി ഫോണ്ട് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ആക്സസിബിൾ ഫോർ മീ. അപ്പൊ അതൊക്കെ ഈ ആക്സസിബിലിറ്റിന്റെ സൈഡല്ല, ഗവൺമെന്റ് കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കെയർ ചെയ്യേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾ ഇന്ത്യയിൽ അല്ല ഓൾ വേൾഡിൽ ആരും ഒരു ആക്സസിബിലിറ്റി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ലിനക്സ് ഫ്രീ ഡിസ്ട്രോ ഇറക്കുന്നില്ല. അതിൽ ഒരു പിന്നെ എന്താ പറയാ, ഇനിഷ്യേറ്റീവിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായാലേ അത് നടക്കുക. അങ്ങനെയുള്ള ഒരു വിഷയമാണ് ശരിക്കും. ടെക്നോളജി ഇല്ല എന്നുള്ള രാജ്യത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നത്. ഓക്കെ, ശരി, ഇങ്ങനെ പറയാം. അപ്പം ആക്ച്വലി നമ്മൾ അടുത്തത് ഈ സെൻട്രലോണ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താം എന്നുള്ളതായിരുന്നു. എന്നിട്ട് പ്രകാശിനെ വിളിച്ച് ഇതിന്റെ ഒരു ഇക്കണോമിക് മോഡലും എങ്ങനെ വയബിൾ ആക്കാം, ഒരു സോഷ്യൽ എന്റർപ്രൈസ് എങ്ങനെ വയബിൾ ആക്കാം എന്നുള്ളതിൽ സംസാരിക്കാന്നുള്ളതായിരുന്നു. സെൻട്രലോണയുടെ പ്രോഡക്റ്റ് അവരുടെ ഓഫറിങ്, അതിൻ്റെ ഒരു പഴയ വേർഷൻ നേരത്തെ ഞാൻ പാലക്കാട് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ പറ്റിയിട്ടൊരു ചെറിയ ഐഡിയ ഉണ്ട്. നമ്മൾ ലോകം തന്നെ അവസാനിച്ചേക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ കോവിഡ് സമയത്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച ചാലഞ്ചുകൾ നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് കോവിഡിനെ പ്രതിരോധിക്കാനാണെന്ന് അറിഞ്ഞിട്ട് പോലും നമുക്ക് എത്രമാത്രം ചാലഞ്ചുകളെന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലോണയ്ക്ക് മുന്നോട്ട് പോകാൻ എത്രമാത്രം ചാലഞ്ച് ഉണ്ടാവും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. മാജിക് ബുള്ളറ്റ് ഇതിനുള്ളൊരു കൃത്യമായിട്ട് ഉള്ള ഒരു ഉത്തരമോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ എൻ്റെ കയ്യിലില്ല. പക്ഷെ കുറേ ഐഡിയകൾ, സാധ്യതകൾ മുന്നിൽ വെക്കുക എന്നുള്ള കാര്യം മാത്രമേ. അതിൽ പലതും നിങ്ങൾ നേരത്തെ കണ്ടിട്ടും ഉണ്ടാവാം അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും ഉണ്ടാവാം. ഒന്ന്, ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ, പല തരത്തിലുള്ള ഗ്രാൻറ്റുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ പലതും വേറെ ചില കൺസിഡറേഷനിലൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ചില ഗ്രാൻറ്റുകൾ കേരളത്തിൽ തന്നെയുള്ള പല കമ്പനികൾക്കും കിട്ടിയതായിട്ട് അറിയാം. ഞങ്ങളുടെ തന്നെ കോവിഡ് സമയത്ത് വെന്റിലേറ്ററുകൾ ഉണ്ടാക്കുകയും 2 വെന്റിലേറ്റർ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുകയും ഒരു വെന്റിലേറ്റർ ഷെയറിംഗ് സൊല്യൂഷൻ ചെയ്യുകയാണ് ഇൻവെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 3 സ്റ്റാർട്ടപ്പ് കമ്പനികളും പിന്നെ കുറച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അതിന് 10-20 ലക്ഷം രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് തീർച്ചയായിട്ടും ഒരു ഓപ്ഷനാണ്. അത് കുറച്ച് ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ പരക്കെ പിന്നെ ഒരു വൈഡർ ഓഡിയൻസിൽ നിന്ന് ചെറിയ തുക കളക്ട് ചെയ്യുന്നതാവാം. രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞ ഗവൺമെൻറ് ഫണ്ടിങ്. സോ അപ്പം നമ്മൾ ഈ ഡിവൈസസ് ഒരു കോവിഡിൻ്റെ ഒരു ഏകദേശം ഒരു മിഡ് പോയിന്റ് എത്തിയപ്പം ആ എഫേർട്ട് നിർത്തിയിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ കോവിഡ് പോലെയുള്ള സിറ്റുവേഷനിലും അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഹെൽത്ത് കെയർ രംഗത്ത് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ചെയ്ത വർക്കിൽ നിന്ന് ഡെറൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ റിമോട്ട് മോണിറ്ററിങ് ഓഫ് ഡിവൈസസ് എന്നുള്ള ആ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്തു. അപ്പം IoT ബേസ്ഡ് ഹെൽത്ത് കെയറിന് വേണ്ടിയുള്ള ഒരു IoT സംഭവം ഒരു ക്ലൗഡ് ഹോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിലേക്ക് ആൾക്കാരുടെ ദേഹത്തെ കണക്ട് ചെയ്തിരിക്കുന്ന വെയറബിൾസ് ആണെങ്കിലും ഇംപ്ലാന്റബിൾ ആണെങ്കിലും അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന വെന്റിലേറ്റേഴ്സ് ഓർ പേഷ്യൻ മോണിറ്റർ, ഇൻഫ്യൂഷൻ പമ്പ്, അങ്ങനെയുള്ള ഏത് ലെഗസി ഡിവൈസുകളും പലതും പ്രൊപ്രൈറ്ററി ഇൻ്റർഫേസുകളും സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ട്രാക്ക് ചെയ്തിട്ട് ആ ഡേറ്റ മുഴുവൻ ഒരു സെൻട്രൽ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ AI അപ്ലൈ ചെയ്ത് സ്മാർട്ട് അലേർട്സും റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷനാണ്. വി ആർ ആക്ച്വലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതൊരു IIT ബോംബെയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അവിടെ നിന്നുള്ള ഗ്രാൻഡ് വഴി നമ്മളത് കണ്ടിന്യൂ ചെയ്തു. അപ്പം ഈ 2 ഏരിയ തീർച്ചയായിട്ടും, ഒന്ന് ദർശന പോലെയുള്ള സംഘടനകൾ തന്നെ പിന്നെ സോഴ്സ് ചെയ്ത് ഫണ്ട് ഇതുപോലുള്ള ഫണ്ടിങ് ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് ക്രൗഡ് ഫണ്ട് ചെയ്യാം. ഗവൺമെൻറ്റുമായിട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമുകളിലൂടെ
ഏതാണ് സൂട്ടബിൾ എന്ന് നോക്കിയിട്ട് ഗ്രാൻഡുകൾ സംഭരിക്കാൻ നോക്കാം. പിന്നെ ഇത് വിൽക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ് എങ്ങനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ സോഫ്റ്റ്വെയറും പോലെ യൂസേജ് ബേസിസ്, എത്ര തവണ നമ്മൾ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര നേരം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വൺ ടൈം കോസ്റ്റ്, അല്ലെങ്കിൽ പെർ യൂസ് കോസ്റ്റ്, പെർ ഇയർ കോസ്റ്റ്, പിന്നെ അതിന് മേലെ സപ്പോർട്ട് കോസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സ്ലൈസിങ് നമുക്കറിയാം. നമുക്ക് ലോകത്തിൽ മറ്റേ എല്ലാ കമ്പനികളും ചെയ്യുന്നത് പോലെ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങാനും ഇതിൻ്റെ അകത്ത് വാല്യൂ ഡിറൈവ് ചെയ്യാനും അങ്ങനെ ആസ് ദേ ഗോ പേ ചെയ്യുന്ന രീതിയിലുള്ള മോഡൽസ് നമുക്ക് ഡിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഇപ്പം ഗവൺമെൻറ്റുകൾ, ഇത് വീണ്ടും പിന്നെ NGOs അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ അവരുടെയും കൂടി ഒരു ഇൻട്രസ്റ്റ് ആണ് ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെയും കൂടെ പ്രൊഡക്റ്റീവായിട്ട് സൊസൈറ്റിയുടെ ആക്ടിവിറ്റീസിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അപ്പം അവർക്കും ഫണ്ട് ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും, ഇത്രയും ആൾക്കാരെ പിന്നെ അവർക്ക് ഈ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, അതിനുള്ള സപ്പോർട്ട് കോസ്റ്റും അതിനുള്ള ഡിവൈസ് കോസ്റ്റും അതിനുള്ള അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ബൾക്കായിട്ട് സപ്പോർട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള NGOസും ഓരോ രാജ്യത്തിൽ പിന്നെ ഫോക്കസ്ഡ് ആയിട്ടുള്ള അത് പിന്നെ നമ്പർ ഓഫ് ദം അങ്ങനെയുള്ള NGO ഓർഗനൈസേഷനിൽ ഇന്ത്യയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് പിന്നെ കമ്പനി ഓർഗനൈസേഷൻ ഉണ്ട്. അവരെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു പെർ യൂസ് ബേസിലോ അല്ലെങ്കിൽ ഒരു സർട്ടൻ നമ്പർ ഓഫ് യൂസേഴ്സിന് ഒരു എനേബിൾ ചെയ്യുക, ക്വാർട്ടർലി, ഇയർലി എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാമൊക്കെ സബ്മിറ്റ് ചെയ്ത് ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോമുകളിൽ ആൾക്കാർക്ക് യു ക്യാൻ സ്പോൺസർ വൺ നീഡി പേഴ്സൺ ഓർ മോർ പേഴ്സൺ, ഇങ്ങനെ പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെയുണ്ട്. പിന്നെ സൊല്യൂഷൻ ഇറ്റ്സെൽഫ് ഞാൻ അന്ന് കണ്ടതിൽ എനിക്ക് തോന്നുന്നു 2 സംഭവമുണ്ട്. ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് വായിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ വായിക്കുന്നതിൽ പിന്നെ ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു ആ സൊല്യൂഷൻ ആ പോർഷനാണെന്ന് തോന്നുന്നു റിഡൻഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഴുതുക എന്നുള്ള ഒരു സംഭവം, ബ്രെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഈ സൊല്യൂഷൻ തന്നെ ഇനിയുള്ള പുതിയ ടെക്നോളജികളുടെ അവൈലബിലിറ്റിയും മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഇവോൾവ് ചെയ്യും, എന്തൊരു റോഡ് മാപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം LLM ഒക്കെ വരുന്ന സമയത്ത് മലയാളം കേപ്പബിൾ ആയിട്ടുള്ള LLMs പ്രോബ്ലി ദാറ്റ് ഈസ് വൺ ഏരിയ വേർ വി ക്യാൻ ആക്ച്വലി നമുക്ക് മറ്റുള്ളവരെക്കാളും തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയധികം ഡേറ്റ നമ്മുടെ കയ്യിൽ ഉള്ള, നമ്മുടെ ലൈബ്രറികളിലും നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ, അത് ശബ്ദത്തിലൂടെ ആണെങ്കിലും സിനിമകളിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട്, ശബ്ദത്തിലൂടെ ആണെങ്കിലും ടെക്സ്റ്റിലൂടെ ആണെങ്കിലും വിഷ്വൽസിലൂടെ ആണെങ്കിലും നമുക്ക് ഒരു സംഭവം നമുക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലിവറേജ് ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള നമ്മളൊരു ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ പിന്നെ ഫോസ് പോലെയുള്ള ഒരു സംഭവത്തിലൂടെ നമ്മളൊരു കോമൺ അസറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ സപ്പോർട്ടിന് മാത്രം ചാർജ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അതിന് മേലെ അഡീഷണൽ മോഡ്യൂൾസും ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതിന് മാത്രം ചാർജ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഡിവൈസസ് അതിൻ്റെ കൂടെ കൊടുത്തിട്ട് അതിന് ചാർജ് ചെയ്തിട്ടോ, അങ്ങനെയുള്ളൊരു ബിസിനസ് മോഡൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. അതിൻ്റെ ഒരു കൃത്യമായ ഒരു സ്ഥലത്തേക്ക് ഇന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്താൻ ഇങ്ങനെയുള്ളൊരു മീറ്റിങ്ങിൽ പറ്റില്ല. ഇത് എനിക്ക് 9:30 പോകേണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ ഇതിന് ശേഷം ഈ സൊല്യൂഷൻ പിന്നെ ടീമുമായിട്ട് നേരത്തെ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് കണ്ടതിന് ശേഷം. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ
അനൂപും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കഴിഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചതായിരുന്നു, നമ്മൾ 2-3 പേര് ചേർന്നിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇതിനെ എങ്ങനെ വയബിൾ ആയിട്ടുള്ള, കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് ഒരു മോഡൽ എങ്ങനെ നമുക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിൽ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അതിൽ പങ്കെടുക്കാൻ ഫ്യൂച്ചറിൽ ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് അടുത്ത സെഷൻ പോകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ഞാൻ പുറത്തുണ്ടെങ്കിൽ ചാറ്റിലൂടെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ.